ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ബിഗോണിയ വർഗ്ഗത്തിൽപ്പെട്ട ചെടികളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ബിഗോണിയാസി കുടുംബത്തിൽപ്പെട്ടതും പൂക്കൾ ഉണ്ടാകുന്നതുമായ ഒരു സസ്യജനുസാണ് ബിഗോണിയ. ഏകദേശം 1500ഓളം ജനുസുകളുള്ള ബിഗോണിയ ഏഷ്യ, ദക്ഷിണ അമേരിക്ക, ആഫ്രിക്ക മുതലായ സ്ഥലങ്ങളിൽ ധാരാളം കണ്ടുവരുന്ന ഒരു ചെടിയാണ്. പലതരത്തിലുള്ള ബിഗോണിയുണ്ട്. കൂടുതലായും റെക്സ് ബിഗോണിയ വർഗ്ഗത്തിൽപ്പെട്ട ചെടികളാണ് അധികം കണ്ടുവരുന്നത്. ഇതിൻ്റെ ഇലകളുടെ ഭംഗി കാരണമാണ് ആളുകൾ ധാരാളം ഇത് വളർത്തുന്നത്. ഇതിൽ തന്നെ ചില വർഗ്ഗത്തിൽപ്പെട്ട ചെടികൾക്ക് നല്ല ഭംഗിയുള്ള പൂക്കളും ഉണ്ടാകാറുണ്ട്. വളരെ നല്ല കെയർ ആവശ്യമുള്ള ഒരു ചെടിയാണ് ബിഗോണിയ. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ സുഹൃത്തായ നാസറിൻ്റെ ബിഗോണിയ കളക്ഷനാണ്. അദ്ദേഹം നല്ലൊരു ചെടിപ്രേമിയാണ്, കൂടാതെ നല്ലൊരു കർഷകനുമാണ്. അദ്ദേഹം എങ്ങനെയാണ് കൂടുതലായി ബിഗോണിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, ഇന്ന് നമ്മളിവിടെ പ്രിപ്പറേഷൻ ചെയ്യുന്നത് ബിഗോണിയയുടെ വെറൈറ്റീസ് ആണ്. അതിൽ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് റെഡ് കളറുള്ള ബിഗോണിയാണ്. നല്ല ഭംഗിയുള്ള ബിഗോണിയാണ്. ഇതിൻ്റെ തൈ മാറ്റി നടുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് ബിഗോണിയയിലുള്ള വെറൈറ്റിയാണ്. റെക്സ് ബിഗോണിയ എന്നാണ് ഇതിന് പറയുന്നത്. റെഡ് കളറിലാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത് റീപോർട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോട്ട് മിക്സ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് മണ്ണാണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ്. നമ്മൾ ചെയ്യുന്നത് മണ്ണ് നമുക്ക് അധികം ആവശ്യമില്ല, കാരണം ഇതിന് ഈർപ്പം പെട്ടെന്ന് വലിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ പോട്ടിങ്. അതുകൊണ്ട് ഒരു കപ്പ് മണലും 1 കപ്പ് കോക്കോപ്പിറ്റും പിന്നെ 1 കപ്പ് ചാണകപ്പൊടി. ഇതാണ് ഇതിന് വേണ്ട മിക്സിങ്. ഇത് ഇനി നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ പോട്ട് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അധികം ആഴമില്ലാത്ത പോട്ടായിരിക്കണം. അധികം ആഴത്തിൻ്റെ ആവശ്യമില്ല, കാരണം അടിയിലേക്ക് വേറെ അധികം പോവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഓട്ട് കഷ്ണങ്ങൾ ഇടുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഹോൾസ് അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വെള്ളം നല്ലതുപോലെ വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആദ്യത്തെ ചെറിയ ഒരു കവറാണ്, നൂലിൻ്റെ ചെറിയ സഞ്ചിയാണ്. അത് നമുക്ക് കീറി മാറ്റാം. ഇതിൻ്റെ വേരുകൾ വളരെ ചെറുതായിരിക്കും, ആഴത്തിലേക്ക് പോകുന്ന വേരുകളല്ല. അതുകൊണ്ട് തന്നെ വലിയ ചട്ടികൾ നമുക്ക് ഇതിന് ആവശ്യമില്ല, പരന്ന ചട്ടികൾ മതി.
അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ചെയ്യുന്നത് ഇലയിൽ നിന്നുള്ള തൈകൾ ഉണ്ടാക്കുന്നതാണ്. ഇതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മൂത്ത ഇലയായിരിക്കണം ഇതിന് എടുക്കേണ്ടത്. നമുക്ക് നോക്കാം ഇതിലേതാ മൂത്തതെന്ന്. ഇതിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല ഞരമ്പുകളോട് കൂടിയ ഇലയായിരിക്കണം എടുക്കേണ്ടത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇല തന്നെയായിരിക്കണം. ഓക്കെ, നമുക്കിത് കട്ട് ചെയ്യാം. തണ്ടിൻ്റെ കുറച്ചടിയിലായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളാണ്. ഇതിൻ്റെ പുറവശത്ത് നോക്കിയാൽ കാണാം, നല്ല ഞരമ്പോട് കൂടിയ ഇലയായിരിക്കണം. നല്ല പ്രായമുള്ള ഇല തിരഞ്ഞെടുക്കേണ്ടത്. കൂടുതൽ മണൽ ചേർത്തിട്ടുള്ള പോട്ടി മിക്സ് ആയിരിക്കണം. മണ്ണ് കുറച്ച് മതി. വളവും കുറച്ചിട്ടാൽ മതി. ഇതിൽ നിറച്ച് കൂനയാക്കി ഇടുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ഇലയുടെ തണ്ട് ഇത്ര തന്നെ വേണമെന്നില്ല. ഇതിലേക്ക് മെല്ലെ ചെറിയ കുഴി എടുത്ത് അതിലേക്ക് മെല്ലെ വെച്ച് കൊടുക്കാം. ഇവിടെ നിന്നാണ് ഇതിൻ്റെ പുതിയ തൈകൾ വരുന്നത്. അപ്പോൾ അവിടേക്ക് നമുക്ക് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇത് 15 ദിവസത്തിനുള്ളിൽ പുതിയ തൈകൾ വരുന്നതാണ്. ചെറിയ വേരോട് കൂടി വരുന്നതാണ്. ഇത് ഇളകാതെ സൂക്ഷിക്കണം. നനയ്ക്കുമ്പോൾ സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ.